Hi, welcome back to our channel. ഞാൻ അലക്സ് പീറ്റർ. ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സൈഡ് ഓട്ടോമൊബൈൽ ബാറ്ററി, HUPS, ഇൻവെർട്ടർ ബാറ്ററി കുറിച്ചൊക്കെ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോയാലോ? ഞാൻ നിങ്ങളെ പുതിയതായി പരിചയപ്പെടുത്തുന്നത് എക്സൈഡിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ പേരാണ് എക്സൈഡ് ഇൻറ്റഗ്ര 1000. ഒന്ന് ഇൻറ്റഗ്ര 700, രണ്ടാമത് ഇൻറ്റഗ്ര 1000 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഇൻറ്റഗ്ര 1000 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അതെന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആ ഇൻറ്റഗ്ര 1000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റഗ്രേറ്റഡ് പ്യുവർ സൈൻ വേവ് ഹോം UPS വിത്ത് ഇൻബിൽറ്റ് ലിഥിയം അയൺ ബാറ്ററിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇൻറ്റഗ്രയുടെ ഒരു വാറണ്ടി കാർഡുണ്ട്. പിന്നെ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ വോൾ മൗണ്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഫിഷറും അതുപോലെ അനുബന്ധിതമായ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാറ്റലോഗ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ രീതിയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ച് തരാം. ഇതാണ് എക്സൈഡ് ഇൻറ്റഗ്ര എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ. വളരെ മനോഹരമായ രീതിയിലാണ് എക്സൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ LCD ഡിസ്പ്ലേ. ഓക്കെ, ഈ LCD ഡിസ്പ്ലേയിൽ കുറേയധികം കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഞാൻ പിന്നാലെ വിശദീകരിക്കാം. ഇത് 3 സ്വിച്ചുകളാണ്. ഇതിൽ ഒന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് അത് ഓൺ ഓഫ് ബട്ടനാണ്. രണ്ടാമത്തെ ഇൻവെർട്ടർ UPS സെലക്ട് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കമ്പ്യൂട്ടർ അത് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത് കാണുന്നത് ബാക്കപ്പ് ഓണിൻ്റെ ലൈറ്റാണ്. ആ സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് LCD ഡിസ്പ്ലേ ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ റീസെറ്റ് ബട്ടണാണ്. മെയിൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവർലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റീസെറ്റ് ബട്ടൺ പുറത്തേട്ട് വരും. നമ്മളത് ഫിംഗർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വളരെ എക്സലൻ്റ് ആയിട്ടാണ് ഇത് എക്സൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കൂളിംഗ് ഫാനാണ്. ഹീറ്റ് അപ്പാവുന്ന സമയത്ത് ഫാൻ പ്രവർത്തിക്കുകയും ഇതിലൂടെ എയർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഭംഗിയേറിയ രീതിയിലാണ് ഇത് എക്സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ LCD ഡിസ്പ്ലേ. ഇതിൽ ഷോ ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായിട്ട് ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് അതിൽ ഷോ ചെയ്യും. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് ഷോ ചെയ്യും. മൂന്നാമതായിട്ട് ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയുണ്ടോ അത് ഷോ ചെയ്യുന്നതാണ്. നാലാമതായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ലോഡിൻ്റെ പെർസെൻറ്റേജ് അത് ഷോ ചെയ്യും. ഇതുകൂടാതെ ഓവർലോഡ് ഏതെങ്കിലും വരികയാണെങ്കിൽ ഓവർലോഡോ ബാറ്ററി ലോയോ ഹീറ്റ് അപ്പാവുകയോ അതുപോലെ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഷോ ചെയ്യുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് റൂമിൻ്റെ ടെമ്പറേച്ചർ അതൊക്കെ ഇതിനകത്ത് ഷോ ചെയ്ത് കാണിക്കും. പിന്നെ എത്ര സമയം എടുക്കും ബാറ്ററി ചാർജ് ആവാൻ അത് ഷോ ചെയ്യുന്നതാണ്. പിന്നെ എത്രത്തോളം സമയം ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര സമയം നമുക്ക് ബാക്കപ്പ് കിട്ടുമോ അതും ഇതിനകത്ത് ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. ഈ ബട്ടണെല്ലാം സോഫ്റ്റ് സ്വിച്ചാണ്. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും.
അതുപോലെ തന്നെ ഈ ഇൻവെർട്ടറിൻ്റെ 2 സൈഡിലും എയർ ഹോള് കമ്പനി കൊടുത്തിട്ടുണ്ട്. എയർ പുറത്തേക്ക് പോകാനുള്ള സ്പേസാണ് കമ്പനി അത് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇൻവെർട്ടറിൻ്റെ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കണക്ഷൻ കൊടുക്കുന്നത് ഇതിന് ഇൻവെർട്ടറിൻ്റെ ഡൗൺ പാർട്ടിലാണ്. ആ ഡൗൺ പാർട്ടിൽ കണക്ഷൻ പോയിന്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ടുള്ളത് ഇൻപുട്ടിൻ്റെ ഫേസ് ആണ്, രണ്ടാമത് വരുന്നത് ന്യൂട്രലാണ്, മൂന്നാമത് വരുന്നത് ഔട്ട്പുട്ട് ഫേസ് ആണ്. കൂടാതെ ഒരു എർത്ത് പോയിന്റും കൂടെ കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ 3 ഹോളും കമ്പനി ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്. രണ്ടാമതായിട്ട് ഇത് 60 മാസം, അതായത് 5 വർഷത്തോളം ഇതിൻ്റെ ഇൻവെർട്ടറിനും ഇതിൻ്റെ അകത്തുള്ള ലിഥിയം അയൺ ബാറ്ററിക്കും വാറണ്ടി ഉണ്ട്. എക്സൈഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം വാൾ മൗണ്ടഡ് ആയിട്ടുള്ള UPS ആണ്. നമുക്കിത് ഭിത്തിയിൽ തൂക്കിടാവുന്ന തരത്തിലുള്ള ഒരു ഇൻവെർട്ടറാണ്. നാലാമത്തെ കാര്യം 0 മെയിൻ്റെനൻസ് ആണ് ഈ UPSനുള്ളത്. അഞ്ചാമത്തെ കാര്യം ലൈഫ് സൈക്കിളിൽ വളരെ കൂടുതലുള്ള ഹൈലി ലൈഫ് സൈക്കിൾ ആയിട്ടുള്ള ബാറ്ററികളാണ്, ലിഥിയം അയൺ ബാറ്ററികളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്യൂംസോ ആസിഡ് സ്പില്ലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഏഴാമതായിട്ട് ലെസ് ഹമ്മിങ് സൗണ്ട് ആണ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു UPS ആണിത്. എട്ടാമത്തെ കാര്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒൻപതാമത്തെ കാര്യം ഓട്ടോമേറ്റഡ് ഇൻ്റലിജൻറ്റ് ബാറ്ററി ചാർജ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് പിന്നാലെ. പിന്നെ പത്താമത്തെ കാര്യം വളരെ കുറഞ്ഞ വോൾട്ടേജിൽ പോലും വളരെ സ്പീഡിൽ ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 11ാമത്തെ കാര്യം ഇൻവെർട്ടർ സൈഡിലുള്ള മെയിനായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ബാറ്ററി ലോ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹീറ്റ് അപ്പ് ആവുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവർലോഡ്, മെയിൻസ് ഉള്ള സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഓവർലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. ആ റീസെറ്റ് ബട്ടൺ പുറത്തേക്ക് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഫിംഗർ ഉപയോഗിച്ചൊന്ന് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇത്രയും എന്താ പറയുക, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ല ഒരു ഞാൻ ഫീച്ചേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓട്ടോമാറ്റിക് സെൻസ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ ചാർജിങ് ടെക്നിക്കായിട്ട് എക്സൈഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓട്ടോ സെൻസ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. മോണിറ്റർ ദ സെൽ വോൾട്ടേജ് ആൻഡ് ടെമ്പറേച്ചർ, ഓരോ സെല്ലിൻ്റെ വോൾട്ടേജും ടെമ്പറേച്ചറും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജും സ്റ്റേറ്റ് ഓഫ് ഹെൽത്തും അത് സെൻസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചൂടാവുന്നതിൽ നിന്നും ഓവർ ചാർജ് ആവുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും വളരെ ലിമിറ്റ് ചെയ്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ ദ ബാറ്ററി ചാർജ് പ്രൊഫൈൽ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ദ സ്റ്റേറ്റ് ഓഫ് ചാർജ് പെർ സെൽ. ഇത്തരം ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ചാർജിങ് ടെക്നിക്കലാൽ എക്സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ്, അതുപോലെ തന്നെ കണക്ട് ചെയ്തേക്കുന്ന ലോഡിൻ്റെ പെർസെൻറ്റേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷോ ചെയ്ത് കാണിക്കും. ഇതുകൂടാതെ ആംബിഡൻറ്റ് ടെമ്പറേച്ചറെ, അതുപോലെ ബാറ്ററി ചാർജിങ് നടക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് ഇത് ബാറ്ററി ചാർജ് ആവും, അതുപോലെ തന്നെ നമുക്ക് ബാക്കപ്പിലാണ് ഇത് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര നേരം കൂടെ ബാക്കപ്പ് നിൽക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഷോ ചെയ്യും. ഇതുകൂടാതെ റിയൽ ടൈം അതിനകത്ത് ഷോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഡിസ്പ്ലേയുടെ കളറും നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിൻസ് ഉള്ള സമയത്ത് ഒരു ഗ്രീൻ കളറും ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ബ്ലൂ ആയിരിക്കും ആ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇതുകൂടാതെ ഒരു 3 സോഫ്റ്റ് സ്വിച്ച് ആയിട്ടുള്ള ബട്ടണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതിൽ ഫസ്റ്റ് കാണുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. രണ്ടാമത് നമുക്ക് UPS ആയിട്ട് ഇൻവെർട്ടർ ആയിട്ട് നമുക്ക് മൾട്ടി ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ലൈറ്റ് ഫാനും ഒക്കെ ആണെങ്കിൽ അത് ഇൻവെർട്ടർ മോഡിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് UPS മോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ആ ഡിസ്പ്ലേയിൽ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്തും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ് സ്വിച്ച് എക്സൈഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ
അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.